ഞാനിവിടെ കമ്പിയും തൂങ്ങി നിൽക്കുന്നത് 2 ദിവസത്തിന് ശേഷം ഒരാൾ വീട്ടിലേക്ക് വരികയാണ്. ആളെയും കാത്ത് ഇവിടെ കുത്തി പോസ്റ്റായിട്ട് നിൽക്കുന്നതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ആൾ തങ്ങ് പണിക്ക് പോയതിന് ശേഷം നൈറ്റ് വരുന്ന വരവാണ്. അപ്പോൾ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു തിരിച്ചുകൊണ്ട് വരുന്നൊരു ഫേസാണ്. കാരണം എന്ന് പണിക്ക് പോയിട്ട് വന്നാലും വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക, നമുക്കൊരു വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമില്ലേ, ആ വൈബോടെ വരുമെന്ന് വിചാരിച്ചപ്പം ആൾ ചെവിയിൽ സംസാരിച്ച് ഒരു ഫോണായിട്ട് വരുന്നു. അപ്പം ഞാനാരായി? അത് പോട്ടെ. പിന്നെയും കുറേ നേരം ആ സംസാരം നീണ്ടു പോയി. പിന്നെ ഞാനെന്ത് ചെയ്ത് ഇങ്ങനെ നിന്നു. ഇപ്പം തീരും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാനൊക്കെ ഒരു ഉമ്മയൊക്കെ പാസ്സാക്കി. കാരണം എനിക്ക് പറ്റത്തില്ല, ആൾ സംസാരിച്ചിരിക്കുകയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പ്രശ്നം ഉണ്ടായാലും ആളിവിടെ വീട്ടിൽ എനിക്ക് വേണം. അല്ലെങ്കിൽ എന്തോ ഒരു ഡിപ്രഷൻ മാതിരിയാണ്. 2 ദിവസം ഇവിടെ മാറി നിന്നപ്പം എന്തോ പറയുക, എന്നെക്കൊണ്ട് പറ്റുന്നില്ലാത്തൊരവസ്ഥ. കാരണം ഞാനെന്തോ ഒറ്റയ്ക്കായതുപോലെ. അനിയത്തി അമ്മയ്ക്ക് ഉണ്ടായിരുന്നാൽ പോലും ഞാനെന്തോ വീട്ടിൽ തനിച്ചായൊരു ഫീല്. എൻ്റെ കാര്യങ്ങളൊന്നും, എൻ്റെ ഫീലിങ്സൊന്നും ആരുടെ പറയാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. അപ്പോൾ ആൾ വന്ന സന്തോഷത്തിൽ പിന്നെ ബെറോട്ട വാങ്ങിയിരുന്നു. ഞാൻ പെട്ടെന്നൊരു ഉള്ളിക്കറി സെറ്റാക്കി. നമ്മൾ എന്ത് ചെയ്തു, ഒന്നിച്ചിരുന്നതിന് എന്ത് ചെയ്തു, ഫുഡ് കഴിച്ചു. അതിനുശേഷം നമ്മളൊരു മൂവിക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു, കറുപ്പ്. കാരണം ഫസ്റ്റ് ഡേ നമ്മൾ ബുക്ക് ചെയ്തൊക്കെ വെച്ചിരുന്നപ്പോൾ ഷോ ക്യാൻസലായി. അതിനുശേഷം ആളെന്ത് ചെയ്തു, ഡയറക്റ്റ് പണിക്ക് പോയി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു വിചാരിച്ചു, വന്ന അന്ന് തന്നെ നൈറ്റ് 12 മണിക്ക് നമ്മൾ എന്ത് ചെയ്തു, ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയായിരുന്നു. എൻ്റെ അനിയത്തിയുടെ ഉണ്ടായിരുന്നേ. അടിപൊളി സിനിമയാണ് മക്കളെ, ഒന്നും പറയല്ല, അടിപൊളി. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു പോപ്കോണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മളിരുന്നു. പക്ഷെ മോൻ അലമ്പാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ നല്ല ഓണായിരുന്നു മക്കളെ. ഈ ഇരുട്ടത്ത് എനിക്ക് ലൈറ്റ് ഫ്ലാഷ് ഓണാക്കാൻ പറ്റിയില്ല. ഈ പാട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടുകൊണ്ടങ്ങ് ഇരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.